നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി പഠിച്ച ആളുകൾ കേട്ടിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റേക്കി പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. റേക്കി പഠിച്ചാൽ തീർച്ചയായും മാറ്റങ്ങളുണ്ടാവും. അതിൽ നമ്മളെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഒന്ന് നമ്മുടെ സെൽഫ് ഹീലിംഗ്, 2 എന്ന് പറയുന്നത് റേക്കിയുടെ പ്രിൻസിപ്പിൾ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പിരിച്വൽ ജേർണിയിൽ വരുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നതാണ് ഷാഡോ വർക്ക്. ഈ ഷാഡോ വർക്കിൻ്റെ വേറൊരു വേർഷനാണ് സത്യത്തിൽ റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷാഡോ വർക്കിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനോടൊപ്പം നമ്മൾ നമ്മുടെ സോളിൻ്റെ വൈബ്രേഷൻ ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ്, അതായത് പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് റേക്കി ചാനലായ ഓരോ വ്യക്തിയും അവരുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഈ 5 പ്രിൻസിപ്പിൾസ് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ നമ്മുടെ സോളിൻ്റെ വൈബ്രേഷൻ ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഷാഡോ വർക്കും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഈ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് നിത്യവും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാവും. അത് പലരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് റേക്കി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ റേക്കിയുടെ ചാനലാവാനുള്ളൊരു ഒരു മഹാഭാഗ്യം നമുക്ക് കിട്ടുന്ന സമയത്ത് അത് ശരിക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് റേക്കിയിലൂടെ തന്നെയാണ്. റേക്കിയാണ് നമ്മളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. സോ ഈ ഒരു 5 പ്രിൻസിപ്പിളിലൂടെ നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ, നമ്മളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും റിമൂവ് ചെയ്യാൻ ഈ 5 പ്രിൻസിപ്പിൾസ് സഹായിക്കും. ഇത് നമ്മൾ ഡെയിലി പറയുന്നതോടുകൂടി നമ്മുടെ ലൈഫിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം വൺസ് നമ്മളതിൻ്റെ ചാനലാവുന്ന നിമിഷം തൊട്ട് ഓരോ റേക്കി ചാനലും മാറുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവരുടെ ക്യാരക്ടർ വൈസ്, അവരുടെ ഇമോഷൻസ്, അവരുടെ തോട്ട്, അവരുടെ ജീവിത രീതി തന്നെ മാറുകയാണ്. അതിനോടൊപ്പം നമ്മുടെ സെൽഫ് ഹീലിംഗ് കൂടെ ആകുമ്പോൾ ഒരാളുടെ ചക്രാസിലുണ്ടാകുന്ന ചേഞ്ചസ്, സോ ഇതെല്ലാം കൂടെ ആയി വരുന്ന സമയത്ത് അവർ ഫൈനാൻഷ്യലി ഫിറ്റാവാൻ തുടങ്ങും, ഇമോഷണലി ഫിറ്റാവാൻ തുടങ്ങും, ഫിസിക്കലി, മെൻ്റലി തുടങ്ങി ഒരു പേഴ്സൻ്റെ എല്ലാ തലങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ റേക്കി ഒരു കാരണമാവുന്നു. സോ ഏതൊക്കെയാണ് ഈ 5 പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തത്, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്നതാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഷാഡോ വർക്കിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. കാരണം ഓരോ ദിവസമായിട്ടാണ് നമ്മൾ ഷാഡോ വർക്കിന് ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന് തൊട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതേപോലെ ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, നമ്മൾ മാക്സിമം അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കാരണം റേക്കി ചാനലായ ഓരോ വ്യക്തികൾക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാനിത് ചെയ്യാൻ പാടില്ല. കാരണം ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത, ഇതുവരെ നമ്മൾ അറിയാത്ത ഒരു എനർജിയുടെ ഒരു ഫീലിംഗ് നമ്മൾ ആ അറ്റ്യൂൺമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഒരു ഡിവൈൻ എനർജി ഉണ്ട്, അത് സത്യമാണ്, അങ്ങനെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയുടെ ഒരു ചാനലാവാൻ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഒരു എനർജിയുടെ അടുത്ത് നമ്മൾ കമ്മിറ്റഡ് ആവുകയാണ് അറിയാതെ. അല്ലെങ്കിൽ വല്ലാത്തൊരു കണക്ഷനാണ് രേക്കി എന്ന് പറയുമ്പോൾ. നമ്മളും രേക്കിയും തമ്മിൽ, രേക്കിയുടെ ചാനലായ ആളുകൾക്കത് മനസ്സിലാവും.
സോ അത് പഠിക്കാൻ പറ്റുന്നതും ആ അറ്റ്യൂൺമെൻറ്റ് സ്വീകരിക്കാൻ പറ്റുന്നതും മഹാഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നത് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ്. സോ നമ്മുടെ ഉള്ളിൽ ഈ പ്രിൻസിപ്പിൾ, നമ്മുടെ ഗുരു ആരാണോ അവർ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് പറഞ്ഞു തരും, ഈ 5 കാര്യങ്ങൾ, ഈ 5 തത്വങ്ങൾ. അപ്പോൾ ഇതിൽ ഓരോ തത്വങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആത്മാവ് കൊണ്ട് പറയാമെന്ന് പറയില്ലേ, വെറുതെ നമ്മൾ വാ കൊണ്ട് പറയണതല്ല, നമ്മുടെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടുമാണ് നമ്മൾ ഈ തത്വങ്ങൾ പറയണത്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞ് ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയി എന്ന് വിചാരിക്കട്ടെ, എന്നാൽ പോലും നമ്മൾ വെൽ കൺട്രോൾഡ് ആവാൻ തുടങ്ങും വളരെ പെട്ടെന്ന്. അതായത് ഓരോ ദിവസവും നമ്മളിത് പറയുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു തോട്ടുണ്ടാവും, ഞാനിത് ചെയ്യാൻ പാടില്ല കാരണം ഞാനൊരു റേക്കി ചാനലാണ് എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ ഒന്നിനെ പറ്റിയും വറീഡല്ല എന്നതാണ്. ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ്സാണ്. അതായത് ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു വറീസും നമുക്ക് ഇല്ല. നമ്മൾ സ്റ്റിൽ എന്താണോ നമ്മുടെ പ്രസൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ 100% ഡെഡിക്കേഷനോടുകൂടെ ചെയ്യാൻ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മളെ സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നതല്ല, നമ്മൾ പറയുന്നതാണെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ ആ ഒരു ദിവസം മുഴുവനായിട്ടും നമ്മൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിലിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോകുമ്പോൾ അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ റേക്കി തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഒന്നിനെ പറ്റിയും വറീഡല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യമാണ്, റേക്കി എന്ന ആ ഒരു പവർ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെന്തിനാണ് ഫ്യൂച്ചറിനെ പറ്റി വറീഡാവുന്നത്? കാരണം എനിക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ അതിനെ മാറ്റാനുള്ള ഒരു എനർജി നമ്മുടെ കയ്യിലുണ്ട്. റിലേഷൻഷിപ്പാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഡിസീസാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിലേക്ക് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് വറീഡാവുന്നത്? സോ ഓരോ ദിവസവും ഈ തത്വം പറയുന്നതോടുകൂടി മൈൻഡ്ഫുൾനെസ്സോടുകൂടി ഇരിക്കാനും ഇതിലൂടെ നമ്മുടെ സോളിൻ്റെ വൈബ് ഹൈ ആക്കാനും ഈ തത്വം നമ്മളെ സഹായിക്കുകയാണ്. മൂന്നാമത്തെ തത്വമാണ് ഇന്ന് ഞാൻ എല്ലാത്തിനോടും നന്ദിയുള്ളവളായിരിക്കും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എത്രത്തോളം പറയുന്നോ യൂണിവേഴ്സ് നമുക്ക് വീണ്ടും വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹൈ ആക്കും. സോ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നതോടുകൂടി എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന എത്ര കുഞ്ഞു കാര്യം ആണെങ്കിൽ പോലും അതിനോട് മനസ്സുകൊണ്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആ ഒരു മോഡിലേക്ക് നമ്മൾ മാറും. അത് വലിയൊരു ചേഞ്ചാണ്. അത് വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ശീലിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. എത്ര ചെറിയ കാര്യത്തിന് നമ്മൾ താങ്ക് യു പറഞ്ഞ് തുടങ്ങുമ്പോൾ ഈശ്വരൻ നമുക്ക് കൊണ്ടുത്തരുന്ന വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നാലാമത്തതാണ് ഇന്ന് ഞാൻ എന്നോട് തന്നെ സത്യസന്ധത പുലർത്തുന്നതാണ്. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ മഹത്വം തന്നെ എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എത്രത്തോളം ഡെഡിക്കേഷൻ അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധത നമ്മൾ പുലർത്തുന്നുണ്ട് എന്നുള്ളത്. അത് എത്ര ചെറിയ ജോലിയോ ആയിക്കൊള്ളട്ടെ, മടുപ്പോടുകൂടി നമ്മളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അതിൽ നമ്മൾ 100% ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ, ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ സംതൃപ്തി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ ഒരിക്കലും അതിൻ്റെ റിസൾട്ട് ഗുഡായിരിക്കില്ല, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിരിക്കില്ല. കാരണം നമ്മളെന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ നല്ല ഫലം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണമായി സത്യസന്ധത, നമ്മളോട് സത്യസന്ധത കാണിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ജോലി
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വെറുതെ ഞാൻ നിങ്ങളോട് ഒരു ബ്ലാ 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 പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കണം. അവിടെയാണ് ഞാൻ ചെയ്യുന്ന ജോലിയുടെ സക്സസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക എന്നതിനേക്കാൾ ഉപരി കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. സോ ഈ ഒരു തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും നമ്മൾ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. എത്രത്തോളം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അതിൻ്റെ റിസൾട്ടാണ് യൂണിവേഴ്സ് നമുക്ക് തിരിച്ച് തരിക. അതുപോലെ ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടും കരുണയോടും കൂടെ മാത്രമേ പെരുമാറുകയുള്ളൂ എന്നതാണ്. എല്ലാം ഒന്നു തന്നെയാണ് എന്നൊരു യൂണിവേഴ്സൽ ലോ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബേസാണ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയാം. കാരണം എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടും കരുണയോടും കൂടെ തന്നെ നമ്മൾ പെരുമാറണം. എന്തെന്നാൽ നമ്മൾ തന്നെയാണത്. എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്, തിരിച്ചെല്ലാം പോകുന്നതും ആ ഒരു പരമാത്മാവിലേക്ക് തന്നെയാണ്. സോ നമ്മൾ നമ്മുടെ കൂടെയുള്ള സഹജീവികളോട്, അത് മനുഷ്യനെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ജീവജാലങ്ങളോടും എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാത്തിനെയും സ്നേഹിക്കുക. എല്ലാത്തിനെയും സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലൊരു സെൽഫ് ലവ് ആ സമയത്ത് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഈ സെൽഫ് ലവ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. അതിനോടൊപ്പം നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റും. നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് വരുത്താൻ പറ്റും. നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വരും. നമ്മളൊരു സോളാണ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവനും ഓരോ സോളാണ്. എല്ലാം ഒന്നിൽ നിന്നാണ് വരുന്നത്, തിരിച്ചെല്ലാം ഒന്നിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത്. എല്ലാവരും ഒന്നാണ് എന്ന ഒരു തത്വമാണ് ഈ ലാസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റേക്കി ചാനലായ ഓരോരുത്തരും നിങ്ങളുടെ ഗുരുക്കന്മാർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും, എങ്കിൽ കൂടി പറയുകയാണ്, ഈ 5 പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഡെയിലി പറയുക. അത് രാത്രിയും രാവിലെയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിങ്ങളിതൊന്ന് പറയുക. ഇത് വെറുതെ പറഞ്ഞു പോവുക എന്നതിലല്ല, മാക്സിമം നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. കാരണം റേക്കി ചാനലാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ എല്ലാ തലത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ റേക്കി നമ്മളെ സഹായിക്കും. സോ നിങ്ങളും ഈ തത്വങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.